എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 1 ഇയർ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്തെടുത്തിരിക്കുന്ന ഒരു ടോപ്പാണ്. അത് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് മെയിൻ ഫാബ്രിക് ഒരു 3/4 മീറ്റർ എടുത്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ട് പോർഷന്റെ കുറച്ച് ഫാബ്രിക്കും ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. കോട്ടന്റെ ലൈനിങ് ആണ് കൂടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ലൈനിങ് 4 ആയിട്ട് മടക്കിയിടാം. ഈ ടോപ്പിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ്. സാധാരണ നമ്മൾ എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത്തിന്റെ കൂടെ ഒരു 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് എടുക്കുക. പക്ഷെ ഞാനിവിടെ ഒരു 1 ഇഞ്ചും കൂടി എക്സ്ട്രാ ആയിട്ട് 10 ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ലെങ്ത് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അവിടേക്ക് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട് 3.5 ഇഞ്ചാണ്. ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് നേരെ താഴേക്ക് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് നേരെ താഴേക്ക് 3.5 ഇഞ്ച് തന്നെയാണ് ആം ഹോൾ ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇനി നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഒരു 2 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തിട്ട് ആദ്യം നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് ഈ 2 ഇഞ്ചിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സ്ലോപ്പ് അവിടെ വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എൽ ഷേപ്പ് നമ്മൾ എപ്പോഴും വരയ്ക്കുന്ന പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് അതിൽ 4 ഭാഗം വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ 5 ഇഞ്ചാണ്. അതിന്റെ കൂടെ 2 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. ഈ 2 ഇഞ്ച് സീം അലവൻസ് ഒന്നും ആവശ്യമില്ല. എപ്പോഴും നമ്മൾ കുറച്ചധികം ഫാബ്രിക് വെക്കുന്നതാണ്. സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള സീം അലവൻസ് വെച്ച് ബാക്കി എക്സ്ട്രാ നമുക്ക് പിന്നെ കട്ട് ചെയ്യാം കേട്ടോ. ഇതേ അളവ് തന്നെ സെയിം അളവ് തന്നെയാണ് താഴെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ സീം അലവൻസുകൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുമ്പോൾ ജസ്റ്റ് സെന്ററിൽ ഒരു കേവ്, ചെറുതായിട്ടൊരു മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കേവ് കൊടുക്കുന്നുണ്ട്. കാരണം ഒരു 1 ഇയർ ഒക്കെ ഉള്ള ബേബി ആകുമ്പോൾ അത്ര ഷേപ്പ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. പിന്നെയാണ് ഷേപ്പ് വരിക. അപ്പൊ അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഷേപ്പ് വേണമെങ്കിൽ ഷേപ്പ് കൊടുക്കാവുന്നതാണ് കേട്ടോ. വരച്ച അളവ് പ്രകാരം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് നിങ്ങൾ മെയിൻ ഫാബ്രിക്കും കൂടി കട്ട് ചെയ്തെടുക്കുക. മെയിൻ ഫാബ്രിക് ഞാൻ കുറച്ച് അധികമായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം മെയിൻ ഫാബ്രിക് വെക്കുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ട് ലൈനിങ് വെക്കുന്നുണ്ട്. അതിന്റെ മുകളിലായിട്ട് ഞാൻ ക്യാൻവാസ് പേപ്പറിൽ ഒരു സ്ക്വയർ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് നെക്ക് വിഡ്ത്തിൽ 3 ഇഞ്ച് നെക്ക് ലെങ്ത്തിൽ ഒരു സ്ക്വയർ നെക്കാണ് കട്ട് ചെയ്തത് കേട്ടോ. അപ്പൊ അതും ഇതേപോലെ ഇതിന്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്താണോ നിങ്ങൾ കൊടുക്കുന്ന നെക്കിന്റെ ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പ് അതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 1/4 ഇഞ്ച് ഫാബ്രിക് വെച്ചിട്ട് എക്സ്ട്രാ ഫാബ്രിക് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്യുക. ഈ 1/4 ഇഞ്ചിൽ വെച്ചിരിക്കുന്ന ഫാബ്രിക്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്റ്റിച്ചിൽ കൊള്ളാതെ കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക. മറിച്ച് ഒരു പ്രാവശ്യം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഈ ക്യാൻവാസ് പേപ്പറും അതുപോലെ തന്നെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കിന്റെ അടിയിലേക്ക് വരത്തക്ക രീതിയിൽ വെച്ചിട്ട് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യാം. ലൈനിങ് ആണ് കറക്റ്റ് അളവ്. അപ്പൊ ലൈനിങ്ങിന്റെ കറക്റ്റ് അളവ് പ്രകാരം ബാക്കി എക്സ്ട്രാ ഉള്ള ഫാബ്രിക് ഒക്കെ മെയിൻ ഫാബ്രിക്കിൽ നിന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. ഫ്രണ്ട് പീസിൽ വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ ഫ്രണ്ട് പീസ് ഇതേപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക് പീസ് എടുക്കാം. ബാക്ക് പീസിലാണ് കുറച്ച് പാറ്റേണും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ പാറ്റേൺ വരയ്ക്കുക എന്നുള്ളത് നോക്കാം. അത്യാവശ്യം വിഡ്ത്തിലും ലെങ്ത്തിലും ഉള്ള ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുക. അപ്പൊ ഇതേപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. രണ്ടായി മടക്കുമ്പോൾ 5.5 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. അതായത് ഏകദേശം ആ കുട്ടിന്റെ നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ആ അളവ് തന്നെ ആണ് വിഡ്ത്തായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് കൂടുതലാണ് എടുത്തിരിക്കുന്നത്. ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് 2 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത്. 2 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെക്കിന് ലെങ്ത് ആയിട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത് കേട്ടോ. സെന്റർ മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതുവരെ നമ്മൾ നോർമൽ നെക്ക് വരയ്ക്കുന്ന പോലെയാണ്. ഇനി താഴേക്കാണ് നമ്മൾ ആ ഒരു പാറ്റേൺ വരയ്ക്കുന്നത്. ലെങ്ത് ഓൾറെഡി ഞാൻ പറഞ്ഞു 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നതെന്ന്. 7 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ 4 ഇഞ്ച് എങ്ങനെയാ വന്നതെന്ന് പറയാം. കുട്ടീന്റെ ചെസ്റ്റ് അളവിന്റെ 4 ഭാഗം എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ അതിനേക്കാളും ഒരു 1 ഇഞ്ച് കുറച്ചിട്ടാണ് ഈ ഒരു വിഡ്ത്ത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ പാറ്റേൺ ജസ്റ്റ് കാണിച്ചിരുന്നു എന്നേ ഉള്ളൂ. അളവുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താം. ചിലപ്പോൾ 2 ഇഞ്ച് നെക്ക് വിഡ്ത്ത് വേണ്ടെങ്കിൽ 2 ഇഞ്ച് നെക്ക് വിഡ്ത്ത് ഒക്കെ കുറയ്ക്കുക കേട്ടോ. ജസ്റ്റ് ഈ പാറ്റേൺ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. ഈ 4 ഇഞ്ച് വിഡ്ത്തും നേരത്തെ നെക്ക് എൻഡ് ചെയ്ത പോയിന്റും കൂടി ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഉൾഭാഗത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ ഷേപ്പ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ കട്ട് ചെയ്യുക. ഏത് ഫാബ്രിക്കിലാണോ നിങ്ങൾക്ക് അയൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഫാബ്രിക്കിലൊന്ന് അയൺ ചെയ്യുക. ഇതിന്റെ സെന്ററിൽ ഇതേപോലെ ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ലൈനിങ്ങും അതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും 7.5 ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ലെങ്ത് ആദ്യം നമ്മൾ 10 ഇഞ്ച് ലെങ്ത്തിലാണ് കട്ട് ചെയ്തത്. അതിനെ ഞാനൊരു 2.5 ഇഞ്ച് റെഡ്യൂസ് ചെയ്തിട്ട് 7.5 ഇഞ്ചിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ജസ്റ്റ് താഴേന്ന് മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തൊന്ന് കട്ട് ചെയ്തു. ആ ഒരു വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ. കാരണം നമ്മൾ താഴ്ഭാഗത്തേക്ക് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും, നമ്മൾ താഴ്ഭാഗത്തേക്ക് വേറൊരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതേപോലെ ലെങ്ത് കുറച്ചത് കേട്ടോ. ഇനി സ്ക്രീനിൽ ശ്രദ്ധിക്കുക, ലൈനിങ്
ലൈനിങ്ങിന്റെ മുകളിലായിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിന്റെയും മെയിൻ ഫാബ്രിക്കിന്റെയും സെൻട്രലായിട്ട് വേണം നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ വെക്കാൻ. അതായത് 3 പീസിന്റെയും സെന്റർ ടു സെന്റർ ഒരേപോലെ ആയിരിക്കണം. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കുക. കാരണം അത് മിസ്സായി പോവാതിരിക്കാനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പിൻ കുത്തി കൊടുക്കണമെങ്കിൽ സൈഡിലൊക്കെ വേണമെങ്കിൽ പിൻ കുത്തി കൊടുക്കാം. എന്താണോ നിങ്ങൾ വരച്ചിരിക്കുന്ന ഷേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പ് ഒന്ന് അതേ പ്രകാരം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ആ പോയിന്റഡ് ആയിട്ടുള്ള ഭാഗമൊക്കെ അതേ പ്രകാരം തന്നെ മെല്ലെ സമയം എടുത്തിട്ട് ചെയ്താൽ മതി. ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 1/4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യാം. എന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെയും ബാക്കിലെയും പീസുകൾ തമ്മിൽ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതതിൽ കാണിച്ചിട്ടില്ല. നിങ്ങൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ക്യാൻവാസ് പേപ്പർ മെയിൻ ഫാബ്രിക്കിന്റെ ഉള്ളിലേക്ക് മറിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്താൽ അത് പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കും. ഇതേപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഷോൾഡർ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫ്രണ്ടിലെ പീസിന് ലെങ്ത് കൂടുതലും ബാക്കിലെ പീസിന് ലെങ്ത് കുറവുമാണ്. കാരണം നമ്മൾ കട്ട് ചെയ്തതുകൊണ്ട്. അപ്പം ബാക്കി എത്രയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ പീസിന്റെ അളവാണ് കറക്റ്റ് അളവ്. അപ്പോൾ അതിലേക്ക് എത്രയാണോ ആവശ്യം എന്ന് വെച്ചാൽ അതേ വിധത്തിൽ ഞാൻ സ്കേർട്ടിന്റെ ഫാബ്രിക്കും അതുപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്കേർട്ടിന്റെ ഫാബ്രിക്കിൽ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഫ്ലവറുകൾ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 2 ഫ്ലവർ ഇങ്ങനെ ബാക്കിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് കൊടുത്തത് കേട്ടോ. പിന്നെ ഈ സെൻറ്ററിൽ സ്റ്റിച്ച് വന്നാലും കുഴപ്പമില്ല, കാരണം അവിടെ നമ്മൾ കട്ട് ചെയ്തിട്ട് കെട്ട് കൊടുക്കും. അതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്ച്ചു വെച്ചിരിക്കുന്ന ഫാബ്രിക്കിന്റെ മുകളിലായിട്ട് ഈ സ്കേർട്ട് പീസിന്റെ നല്ല വശം നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ഇതിന്റെ ലൈനിങ്ങിന്റെ മുകളിലായിട്ട് ലൈനിങ് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. സ്ക്രീനിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2 പീസുകൾ തമ്മിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള സീം അലവൻസ് ഉണ്ടല്ലോ, അത് ഈ ഒരു പീസിന്റെ ഉള്ളിലായിട്ട് ഹൈഡ് ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മെയിൻ ഫാബ്രിക് ഷോൾഡർ കറക്റ്റ് ആക്കി പിടിക്കുക. ഷോൾഡർ കറക്റ്റ് ആയിട്ട് പിടിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു 8 ഇഞ്ചാണ് ഈ ഒരു ബ്ലൗസിന് ലെങ്ത് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഷോൾഡർ തയ്ച്ചതിനെ കൊണ്ട് അവിടുത്തെ സീം അലവൻസ് ഇനി നോക്കണ്ട. ഇനി താഴെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് മാത്രം വെക്കുക. അതായത് എത്രയാണോ ലെങ്ത് ആ ലെങ്ത് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് മാത്രം താഴെ വെച്ചിട്ട് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴും കുറച്ച് അധികം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് എക്സ്ട്രാ കട്ട് ചെയ്ത് കളയാം. കറക്റ്റ് അളവായിട്ട് പിന്നെ അത് തികഞ്ഞില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആദ്യം എടുക്കുമ്പോൾ കുറച്ചധികം ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 പീസ് ഫ്രണ്ടിലെ അതുപോലെ തന്നെ ബാക്കിലെയും പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, എക്സ്ട്രാ ഉള്ള പീസ്. ഇനി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓൾറെഡി എനിക്കിവിടെ സെൻറ്റർ ഞാൻ സ്റ്റിച്ച് ചെയ്തതുകൊണ്ട് അറിയാം. നിങ്ങൾ സെൻറ്റർ കണ്ടുപിടിക്കുക, എന്നിട്ട് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി സെൻറ്റർ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതേപോലെ ഡോറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡോറി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെയാണ് ഈ ഒരു ഡോറി ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓൾറെഡി അവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ അവിടെ തന്നെ ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ആദ്യത്തെ ഡോറി വെച്ച് കൊടുക്കുന്നത്. അത് ഇതേപോലെ ലോക്ക് ചെയ്യുക. കുറച്ച് താഴേക്കായിട്ട് രണ്ടാമത്തെ പീസും ഇതേപോലെ വെച്ചിട്ട് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് നിർത്തുന്നുണ്ട്. സെയിം ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക. അങ്ങനെ 2 കെട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ താഴ്ഭാഗം, അതായത് ഫ്രണ്ടിലെയും അതുപോലെ തന്നെ ബാക്കിലെയും പീസിന്റെ താഴ്ഭാഗം ഒരു ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. അത് ഞാൻ കാണിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഈ ഒരു ടോപ്പിന്റെ അകത്തേക്ക് നമ്മൾ റഫിൾ സ്ലീവ് ആണ് കൊടുക്കുന്നത്. ഈ റഫിൾ സ്ലീവ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ലീവ് വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾ സ്ലീവ്ലെസ് ആയിട്ട് ഒരു പൈപ്പിംഗ് വെച്ചിട്ട് ഫിനിഷ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. എന്നാൽ സാധാരണയിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതിന്റെ ബാക്ക് സൈഡ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് വളരെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റഫിൾ സ്ലീവ് കൊടുത്തിട്ടാണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് ഹൈലൈറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.